ആധുനിക നഴ്സിംഗിലൂടെ ലോക ചരിത്രത്തെ മാറ്റിമറിച്ച നഴ്സും ജീവകാരുണ്യ പ്രവർത്തകയുമായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജീവിതം കേവലം ഒരു ചരിത്രമല്ല, മറിച്ച് ദൈവവിശ്വാസവും മനുഷ്യ സേവനവും എങ്ങനെ പരസ്പരം ലയിച്ചു ചേരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. വിളക്കേന്തിയ വനിത എന്ന പേരിൽ ലോക പ്രശസ്തിയായ അവൾ കേവലം ഒരു നഴ്സ് മാത്രമായിരുന്നില്ല, മറിച്ച് വ്യവസ്ഥിതികളെ വെല്ലുവിളിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവും എല്ലാറ്റിനുമുപരിയായി ക്രിസ്തീയ ആത്മീയതയാൽ നയിക്കപ്പെട്ട ഒരു ദൈവദാസിയുമായിരുന്നു. ഫ്ലോറൻസ് നൈറ്റിംഗേൽ 1820 മെയ് 12 ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിൽ ഒരു സമ്പന്ന ബ്രിട്ടീഷ് കുടുംബത്തിലാണ് ജനിച്ചത്. നൈറ്റിംഗേൽ ജനിച്ച നഗരത്തിന്റെ പേര് തന്നെയാണ് മാതാപിതാക്കളായ വില്യമും ഫാനിയും അവൾക്ക് നൽകിയത്. ഫ്ലോറൻസിന് പാർത്തനോപ്പ് എന്ന പേരുള്ള ഒരു മൂത്ത സഹോദരി കൂടി ഉണ്ടായിരുന്നു. സമ്പന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് അക്കാലത്ത് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നെങ്കിലും വിജ്ഞാനദാഹിയായ പിതാവ് വില്യം തന്റെ 2 പെൺമക്കൾക്കും ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച് ഭാഷകളും തത്വചിന്തയും ചരിത്രവും നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഫ്ലോറൻസ് അതീവ ബുദ്ധിശാലിയായ ഒരു കുട്ടിയായിരുന്നു. വിക്ടോറിയൻ കാലഘട്ടത്തിലെ ധനികരായ സ്ത്രീകൾക്ക് ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഉയർന്ന തറവാട്ടിലെ ഒരു പുരുഷനെ വിവാഹം കഴിച്ച് സുഖലോലുപത നിറഞ്ഞ ഒരു ജീവിതം നയിക്കുക. എന്നാൽ ഫ്ലോറൻസിന്റെ ചിന്തകൾ ആഡംബര പാർട്ടികളിലും ഫാഷനിലും ആയിരുന്നില്ല. അവൾ തന്റെ എസ്റ്റേറ്റിലെ പാവപ്പെട്ടവരുടെ കുടിലുകൾ സന്ദർശിക്കുവാനും അവർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുവാനുമാണ് സമയം കണ്ടെത്തിയത്. ഫ്ലോറൻസിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത് 1837 ഫെബ്രുവരി 7 അവൾക്കന്ന് കേവലം 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. താൻ ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേട്ടതായി അന്നവൾ തന്റെ ഡയറിയിൽ കുറിക്കുകയുണ്ടായി. മനുഷ്യരാശിയെ സേവിക്കുവാനായി ദൈവം എന്നെ ഒരു പ്രത്യേക ദൗത്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നായിരുന്നു ഡയറിയിൽ എഴുതിയിരുന്നത്. തുടക്കത്തിൽ ഈ വിളി അവളെ ഏറെ അസ്വസ്ഥയാക്കി. കാരണം ദൈവം തന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായൊരു രൂപം അവൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും ദൈവവിളിക്ക് അയോഗ്യയാകാതിരിക്കുവാൻ അവൾ ലോകസുഖങ്ങളിൽ നിന്ന് പതുക്കെ അകന്നു തുടങ്ങി. തനിക്ക് വന്ന അനവധി മികച്ച വിവാഹാലോചനകൾ അവൾ നിരസിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരു കുടുംബത്തിലേക്ക് ഒതുങ്ങിയാൽ ദൈവത്തിന്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ കഴിയില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. പിന്നീട് ഫ്ലോറൻസ് തന്റെ ഡയറിയിൽ എഴുതിയത് സംഘടനയിലേക്കും അതിലൂടെ വ്യവസ്ഥാപിത സേവനത്തിലേക്കുമാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നാണ്. ഫ്ലോറൻസിന്റെ വിശ്വാസം മതചിന്തയിൽ മാത്രം അധിഷ്ഠിതമായിരുന്നില്ല. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലാണ് അവൾ വളർന്നതെങ്കിലും അവളുടെ കുടുംബത്തിൽ മെത്തഡിസ്റ്റ്, യൂണിറ്റേറിയൻ ചിന്താഗതികളുടെ സ്വാധീനമുണ്ടായിരുന്നു. 1834 പുറത്തിറങ്ങിയ ജേക്കബ് ആബർട്ട് എന്ന അമേരിക്കൻ കോൺഗ്രിഗേഷണൽ ശുശ്രൂഷകന്റെ ദി കോർണർ സ്റ്റോൺ എന്ന പുസ്തകമാണ് തന്നെ ആത്മീയമായി പരിവർത്തനം ചെയ്തതെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ നന്നായി പഠിച്ചിരുന്ന ഫ്ലോറൻസ് ദൈവത്തിന്റെ മഹത്വം എന്നത് പ്രകീർത്തനങ്ങളിലൂടെയല്ല, മറിച്ച് പ്രായോഗികമായ നന്മകളിലൂടെയാണ് വെളിപ്പെടേണ്ടതെന്ന് വിശ്വസിച്ചു. മോശ ദൈവത്തോട് അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ ദൈവം മറുപടി നൽകിയത് എന്റെ മഹത്വം നിന്റെ മുന്നിലൂടെ കടന്നു പോകുമെന്നാണ്. ഇതിനെ അടിസ്ഥാനമാക്കി ഫ്ലോറൻസ് വിശ്വസിച്ചത് രോഗികളെ സുഖപ്പെടുത്തുന്നതും പാവപ്പെട്ടവരെ സഹായിക്കുന്നതുമാണ് ദൈവത്തിന്റെ യഥാർത്ഥ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള വഴി എന്നാണ്. യേശുവിന്റെ അമ്മയായ മറിയം ദൈവത്തിന്റെ സന്ദേശവാഹകനായ ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞ "ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ" എന്ന വാക്യം തന്നെ ഫ്ലോറൻസിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. താനും ദൈവത്തിന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണെന്ന് അവൾ വിശ്വസിച്ചു. തന്റെ ദൈവവിളി നഴ്സിംഗ് ആണെന്ന് ഫ്ലോറൻസ് തിരിച്ചറിഞ്ഞപ്പോൾ അത് വലിയൊരു കൊടുങ്കാറ്റാണ് അവളുടെ കുടുംബത്തിലുണ്ടാക്കിയത്. അക്കാലത്ത് വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ നഴ്സിംഗ് എന്നത് വളരെ താഴ്ന്ന ജീവനക്കാരായ മദ്യപാനികളും സദാചാര ബോധമില്ലാത്തവരുമായ സ്ത്രീകൾ ചെയ്യുന്ന അഴുക്കുപിടിച്ച ജോലിയായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്.
മാന്യമായ കുടുംബങ്ങളിലെ സ്ത്രീകൾ ആശുപത്രികളിൽ പോകുന്നത് ചിന്തിക്കുവാൻ പോലും കഴിയില്ലായിരുന്നു. ഫ്ലോറൻസിന്റെ അമ്മ കോപത്താൽ ജ്വലിച്ചു. സഹോദരി പാർത്തനോപ്പ് മാനസികമായി തകർന്നു. എന്നാൽ ഫ്ലോറൻസ് പിന്മാറിയില്ല. പ്രശസ്ത അമേരിക്കൻ ജീവകാരുണ്യ പ്രവർത്തകനായ ഡോക്ടർ ഹൗസിനോട് അവൾ ചോദിച്ചു, ഒരു ഇംഗ്ലീഷ് യുവതി കത്തോലിക്ക സിസ്റ്റർമാരെ പോലെ ആശുപത്രികളിൽ പോയി സേവനം ചെയ്യുന്നത് അത്ര വലിയ തെറ്റാണോ? അദ്ദേഹം മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ഇംഗ്ലണ്ടിൽ പതിവില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ കുറ്റപ്പെടുത്തും. എങ്കിലും നിങ്ങളുടെ ഉള്ളിലെ പ്രചോദനത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബത്തിന്റെ കടുത്ത എതിർപ്പുകൾ മറികടന്ന് അവൾ പുലർച്ചെ എഴുന്നേറ്റ് ഗവൺമെന്റിന്റെ ആരോഗ്യ റിപ്പോർട്ടുകളും സ്ഥിതിവിവര കണക്കുകളും പഠിക്കാൻ തുടങ്ങി. തുടർന്ന് 1850-ലും 1851-ലും ജർമ്മനിയിലെ കൈസർവത്തിലുള്ള ലൂതൻസ് ഡീക്കൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നഴ്സിംഗിൽ പ്രായോഗിക പരിശീലനം നേടി. പിന്നീട് പാരീസിലെ കത്തോലിക്ക കന്യാസ്ത്രീകളുടെ കീഴിലുള്ള ആശുപത്രിയിലും അവൾ സേവന രീതികൾ പഠിച്ചു. 1853-ൽ ലണ്ടനിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ കെയർ ഫോർ സിക്ക് ജെന്റിൽ വുമൺ എന്ന സ്ഥാപനത്തിന്റെ സൂപ്രണ്ടായി ഫ്ലോറൻസ് ചുമതലയേറ്റു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലണ്ടനിൽ കോളറ പടർന്നു പിടിച്ചത്. മാരകമായ രോഗത്തെ ഭയന്ന് മറ്റ് നഴ്സുമാർ ഓടിയൊളിച്ചപ്പോൾ ഫ്ലോറൻസ് സ്വയം മുന്നിട്ടിറങ്ങി രോഗികളെ പരിചരിക്കുകയും എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റുകയും ചെയ്തു. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം ക്രിമിയൻ യുദ്ധകാലമായിരുന്നു. ബ്രിട്ടനും റഷ്യയും തമ്മിൽ നടന്ന ഈ യുദ്ധത്തിൽ പരിക്കേറ്റ ബ്രിട്ടീഷ് സൈനികരുടെ അവസ്ഥ ദയനീയമായിരുന്നു. തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള സ്കുട്ടാരി മിലിറ്ററി ആശുപത്രിയിലെ അത്യന്തം മോശമായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് യുദ്ധകാര്യ സെക്രട്ടറി സിഡ്നി ഹെർബർട്ട് ഫ്ലോറൻസിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് യുദ്ധഭൂമിയിലെ ആശുപത്രികളുടെ ചുമതല ഏറ്റെടുക്കുവാൻ അവളോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ 1854 നവംബർ 4-ന് 38 വനിതാ നഴ്സുമാരുടെ ഒരു സംഘവുമായി ഫ്ലോറൻസ് തുർക്കിയിലെത്തി. ഇതിൽ കത്തോലിക്ക കന്യാസ്ത്രീകളും ആംഗ്ലിക്കൻ സിസ്റ്റർമാരും ഉൾപ്പെട്ടിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് വനിതകൾക്ക് ഒരു മിലിറ്ററി ആശുപത്രിയുടെ പൂർണ്ണ ചുമതല ലഭിക്കുന്നത്. അവിടെ എത്തിയ ഫ്ലോറൻസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. ആശുപത്രി കെട്ടിടം അഴുക്കുപിടിച്ചതും ജനാലകളില്ലാത്ത വായുസഞ്ചാരം കുറഞ്ഞതുമായിരുന്നു. കുടിവെള്ളം മലിനമായിരുന്നു. ആവശ്യത്തിന് മരുന്നുകളോ ബാൻഡേജുകളോ സോപ്പോ പുതപ്പുകളോ ഉണ്ടായിരുന്നില്ല. എലികളും കീടങ്ങളും നിറഞ്ഞ മുറികളിൽ പരിക്കേറ്റ സൈനികർ ഒന്നിനു മുകളിൽ ഒന്നായി കിടന്നു. യുദ്ധക്കളത്തിലെ പരിക്കുകളേക്കാൾ ഉപരിയായി ടൈഫോയിഡ്, കോളറ, അതിസാരം തുടങ്ങിയ പകർച്ചവ്യാധികൾ മൂലമാണ് സൈനികരിൽ അധികവും മരണമടഞ്ഞിരുന്നത്. തുടക്കത്തിൽ അവിടുത്തെ പുരുഷ ഡോക്ടർമാർ വനിതാ നഴ്സുമാരുടെ സാന്നിധ്യത്തെ ശക്തമായി എതിർത്തു. എന്നാൽ തങ്ങൾ ചെയ്യുന്ന ജോലിയുടെ മികവിലൂടെ മാത്രമേ ഡോക്ടർമാരുടെ മനസ്സ് മാറ്റുവാൻ കഴിയൂവെന്ന് ഫ്ലോറൻസ് മനസ്സിലാക്കി. അവൾ കർശനമായ ശുചിത്വ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കി. മുറികളിൽ ശുദ്ധവായുവും വെളിച്ചവും ഉറപ്പാക്കി. സൈനികർക്ക് വൃത്തിയുള്ള കുടിവെള്ളവും ശരിയായ ഭക്ഷണവും നൽകുവാൻ പ്രത്യേക അടുക്കള സ്ഥാപിച്ചു. വസ്ത്രങ്ങളും ബാൻഡേജുകളും ബെഡ്ഷീറ്റുകളും കൃത്യമായി കഴുകി വൃത്തിയാക്കുവാൻ സംവിധാനമുണ്ടാക്കി. ആശുപത്രിയിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ വൃത്തിയാക്കി. അവളുടെ ഈ കഠിനാധ്വാനത്തിന്റെ ഫലമായി ആ ആശുപത്രിയിലെ മരണനിരക്ക് 2/3 ഭാഗമായി ഏകദേശം 42% നിന്ന് 2% കുറഞ്ഞു. പകൽ സമയത്തെ കഠിനമായ ഭരണപരമായ ജോലികൾക്ക് ശേഷം രാത്രിയാകുമ്പോൾ ഫ്ലോറൻസ് വിശ്രമിച്ചില്ല. കയ്യിലൊരു എണ്ണവിളക്കുമേന്തി അവൾ കിലോമീറ്ററുകളോളം നീളമുള്ള ഇരുണ്ട ഇടനാഴികളിലൂടെ നടന്ന് പരിക്കേറ്റ ഓരോ സൈനികനെയും വ്യക്തിപരമായി സന്ദർശിച്ച് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. വേദന കൊണ്ട് പൊളയുന്ന ആ സൈനികർക്ക് ആ വിളക്കിന്റെ വെളിച്ചം ഒരു മാലാഖയുടെ സാന്നിധ്യം പോലെയായിരുന്നു. ഈ രാത്രികാല പര്യടനങ്ങളാണ് അവൾക്ക് വിളക്കേന്തിയ വനിത എന്ന അനശ്വരമായ പേര് നേടിക്കൊടുത്തത്. ഫ്ലോറൻസ് കേവലം ഒരു കാരുണ്യമതിയായ നഴ്സ് മാത്രമായിരുന്നില്ല, മറിച്ച് മികച്ച ഒരു ചിന്തകയും ഗണിതശാസ്ത്ര പ്രതിഭയുമായിരുന്നു. ദൈവം ഈ പ്രപഞ്ചത്തെ ചില നിയമങ്ങളിലൂടെയാണ് നിയന്ത്രിക്കുന്നതെന്നും ആ നിയമങ്ങൾ മനസ്സിലാക്കുവാൻ കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളും സ്ഥിതിവിവര കണക്കുകളും ആവശ്യമാണെന്നും അവൾ വിശ്വസിച്ചു. യുദ്ധകാലത്ത് ശുചിത്വമില്ലായ്മയാണ് സൈനികരുടെ മരണത്തിന് കാരണമെന്ന് തെളിയിക്കുവാൻ അവൾ ഗ്രാഫുകളുടെ സഹായവും തേടി. ഇതിനായി അവൾ പോളാർ ഏരിയ ഡയഗ്രാം അഥവാ ഒരുതരം പൈ ചാർട്ട് കണ്ടുപിടിച്ചു. ഡാറ്റ വിഷ്വലൈസേഷനിലെ ഈ വിപ്ലവകരമായ സംഭാവന മുൻനിർത്തി
ലണ്ടനിലെ റോയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സൊസൈറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയായും ഫ്ലോറൻസ് മാറി. യുദ്ധത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ ഫ്ലോറൻസിനെ ജനങ്ങൾ ഒരു ദേശീയ നായികയായിട്ടാണ് സ്വീകരിച്ചത്. രാജ്ഞിയും പ്രഭുക്കന്മാരും അവളെ തേടിയെത്തി. യുദ്ധകാലത്തെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി 1859 അവൾ നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്ന വിഖ്യാതമായ പുസ്തകം രചിച്ചു. ശുദ്ധവായു, ശുദ്ധജലം, കാര്യക്ഷമമായ ഡ്രെയിനേജ്, വൃത്തി, പ്രകാശം എന്നിവയാണ് രോഗശാന്തിക്ക് ഏറ്റവും ആവശ്യമെന്ന തത്വങ്ങൾ ഈ പുസ്തകത്തിലൂടെ അവൾ ലോകത്തിന് പകർന്നു നൽകി. 1860 ലണ്ടനിലെ സെന്റ് തോമസ് ആശുപത്രിയിൽ അവൾ നൈറ്റിംഗേൽസ് ട്രെയിനിംഗ് സ്കൂൾ സ്ഥാപിച്ചു. ലോകത്തിലെ ആദ്യത്തെ മതേതര നഴ്സിംഗ് സ്കൂളായിരുന്നു ഇത്. ഇതിലൂടെ നഴ്സിംഗ് എന്ന തൊഴിലിലെ ശാസ്ത്രീയ അടിത്തറയുള്ള അന്തസ്സും ബഹുമാനവുമുള്ള ഒരു പ്രൊഫഷനായി അവൾ മാറ്റിയെഴുതി. ഫ്ലോറൻസിന്റെ വിപ്ലവകരമായ മറ്റൊരു സംഭാവന വിക്ടോറിയൻ ഇംഗ്ലണ്ടിലെ പാവപ്പെട്ടവർക്കായുള്ള വർക്ക് ഹൗസ് ഇൻഫർമറികളിലെ പരിഷ്കരണമായിരുന്നു. അക്കാലത്ത് ദരിദ്രരായ ആളുകൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കുവാൻ പണമില്ലാത്തതിനാൽ അവർ ഈ വർക്ക് ഹൗസുകളിലാണ് അഭയം പ്രാപിച്ചിരുന്നത്. അവിടുത്തെ അവസ്ഥ അത്യന്തം ദയനീയമായിരുന്നു. 1864 ലിവർപൂളിലെ ഒരു ബിസിനസ്സുകാരനായ വില്യം റാത്ബോർഡ് വർക്ക് ഹൗസുകളിൽ സഹായമെത്തിക്കുവാൻ ഫ്ലോറൻസിനെ സമീപിച്ചു. ഫ്ലോറൻസ് ഈ അവസരം ദൈവനിയോഗമായി ഏറ്റെടുത്തു. അവൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നല്ല സമരിയാക്കാരന്റെ ഉപമയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അധികാരികൾക്ക് കത്തെഴുതി. ഒരു പാവപ്പെട്ട രോഗി രോഗശയ്യയിൽ കിടക്കുമ്പോൾ അവൻ കേവലം ഒരു യാചകനല്ല, മറിച്ച് നമ്മുടെ സഹോദരനാണ്. അവൻ ഏറ്റവും മികച്ച നഴ്സിംഗ് പരിചരണം ലഭിക്കുവാൻ അവകാശമുണ്ട് എന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത്. അവളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തുകയും വർക്ക് ഹൗസുകളിൽ ശമ്പളമുള്ള പരിശീലനം സിദ്ധിച്ച പ്രൊഫഷണൽ നഴ്സുമാരെ നിയമിക്കുകയും ചെയ്തു. ഇത് ദരിദ്രരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ രക്ഷാകവചമായി മാറി. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ കടുത്ത രോഗബാധയെ തുടർന്നാണ് ഫ്ലോറൻസ് കിടപ്പിലായതെങ്കിലും അവൾക്ക് തന്റെ മുറിയിലിരുന്ന ലോകമെമ്പാടുമുള്ള ആരോഗ്യ പരിഷ്കരണങ്ങൾക്കായി കത്തുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചു. അമേരിക്കൻ ആഭ്യന്തര യുദ്ധ സമയത്ത് സൈനിക ആശുപത്രികൾ എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പോലും ഫ്ലോറൻസിന്റെ ഉപദേശം തേടിയിരുന്നു. 1910 ഓഗസ്റ്റ് 13 തന്റെ 90ാമത്തെ വയസ്സിലാണ് ഫ്ലോറൻസ് മരിക്കുന്നത്. ലണ്ടനിലെ പ്രശസ്തമായ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ അവളെ അടക്കം ചെയ്യാൻ രാജ്യം ആഗ്രഹിച്ചെങ്കിലും ആഡംബരങ്ങൾ വെറുത്ത ഫ്ലോറൻസിന്റെ മുൻ ആഗ്രഹപ്രകാരം ഹാംഷെയറിലെ സെന്റ് മാർഗരറ്റ് പള്ളിയിലെ ലളിതമായ ഒരു കല്ലറയിലാണ് അവളെ സംസ്കരിച്ചത്. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം എന്നത് കേവലം ദേവാലയത്തിലെ പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നാണ്. അത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള പാവപ്പെട്ടവരുടെയും രോഗികളുടെയും കണ്ണീരൊപ്പുവാൻ സ്വയം ഇറങ്ങിത്തിരിക്കലാണ്. ദൈവം തനിക്ക് നൽകിയ ആഹ്വാനത്തോട് പൂർണ്ണമായി വിശ്വസ്തത പുലർത്തിയ ഫ്ലോറൻസ് നഴ്സിംഗ് എന്ന തൊഴിലിനെ ഒരു ദൈവിക ശുശ്രൂഷയായി ലോകത്തിനു മുൻപിൽ ഉയർത്തിക്കാട്ടി. ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് നഴ്സുമാർക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേൽ തെളിയിച്ച ആ വിളക്കിന്റെ വെളിച്ചം ഇന്നും വഴികാട്ടിയായി തുടരുന്നു.